Accountancy Chapter 1 Solution Question number 24. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് വായിച്ച് നോക്കാം, അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ടിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതാണ് ഇവിടുത്തെ കറൻറ്റ് ഇയർ? 31 March 2012 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? 1 April 2011 to 31 March 2012. ഓപ്പണിംഗ് ഡേറ്റ് 1 April 2011, ക്ലോസിംഗ് ഡേറ്റ് 31 March 2012. ഇതിൻ്റെ പ്രീവിയസ് ഇയർ 2010 to 11, സക്സീഡിംഗ് പീരീഡ് 2012 to 13. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഏതിലേക്കാണ്? ലോക്കർ റെൻറ്റ്, സ്റ്റേഷനറി, സബ്സ്ക്രിപ്ഷൻ, സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഫോർ ഗവർണേഴ്സ് പാർട്ടി. ഇങ്ങനെ 5 ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ലോക്കർ റെൻറ്റ്. ലോക്കർ റെൻറ്റ് ₹60 is referred to 2010-11 and ₹90 is still due. ലോക്കർ റെൻറ്റ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഒക്കെ എവിടെയാണ് തന്നിരിക്കുന്നത്? റെസിപ്റ്റ് സൈഡിലാണ്, അതായത് ഇൻകം ആണ്. എത്രയാണ്? കറൻറ്റ് ഇയറിൽ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 500 ആണ്. അപ്പോൾ ഇതിൽ ഈ 500ൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? പ്രീവിയസ് ഇയറിലെ വരാം, സക്സീഡിങ് പീരീഡിലെ വരാം, കറൻറ്റ് ഇയറിൽ കിട്ടേണ്ട ലോക്കർ റെൻറ്റും വരാം. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം കളക്ട് ചെയ്ത ലോക്കർ റെൻറ്റ് എത്രയാണ്? 500. ഇനി അതിൽ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കി വയ്ക്കുകയും അതിൽ ₹60 ഏത് വർഷത്തെയാണ്? 2010-11 അപ്പോൾ ഈ വർഷം കളക്ട് ചെയ്ത 500ൽ കഴിഞ്ഞ വർഷത്തെ ₹60 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അത് എന്തായിരുന്നുണ്ടായിരിക്കും? അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. കഴിഞ്ഞ വർഷം കിട്ടാത്തത് കൊണ്ടാണല്ലോ അത് ഈ വർഷം കളക്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ₹60 എന്താണ്? കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കാം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഇവിടെ നമ്മുടെ അടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മാത്രം എഴുതിയാൽ മതി. ആൻഡ് ₹90 ഈസ് സ്റ്റിൽ ഡ്യൂ. ഇതുകൂടാതെ ₹90 ഡ്യൂ ആയിട്ടുണ്ട്. ഡ്യൂ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കിട്ടേണ്ട സമയമായിട്ടുണ്ട്, എന്നാൽ അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തായിരിക്കും? ഡ്യൂ ആയിട്ട് കളക്ട് ചെയ്യാത്ത എമൗണ്ടിന് എന്താ വിളിക്കുക? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് തന്നെയാണ് വിളിക്കുക. അത് ഏത് വർഷത്തെയാണ്? ഈ വർഷത്തെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? അതേത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലോക്കർ റെൻറ്റ് 500 ലെസ് ഓപ്പണിംഗ് ലോക്കർ റെൻറ്റ് 60 ആഡ് ക്ലോസിംഗ് ലോക്കർ റെൻറ്റ് 90, ടോട്ടൽ 530. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റെൻറ്റ്. നമുക്ക് എവിടെ തന്നിരിക്കുന്നത്? പേയ്മെൻറ്റ് സൈഡിലാണ്. അപ്പോൾ അത് എക്സ്പെൻസസ് ആണ്. എത്രയാണ് ഈ വർഷം കൊടുത്തിരിക്കുന്ന ടോട്ടൽ എക്സ്പെൻസസ്? എത്രയാണ്? 5200 ആണ്. അതിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വരാൻ പോകുന്ന വർഷത്തെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കണമെന്ന് നോക്കി നോക്കാം. ലോക്കർ റെൻറ്റ് ₹1300 റിലേറ്റ്സ് ടു 2010-11. അപ്പോൾ 5200ൽ 1300 ഏത് വർഷത്തേക്കുള്ളതാണ്? 10-11 അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ഈ വർഷം കൊടുത്തതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അതെന്തായിരുന്നുണ്ടായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതേത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ആൻഡ് 1300 ഈസ് സ്റ്റിൽ ഡ്യൂ. അതായത് 1300 ഈ വർഷം ഡ്യൂ ആയിട്ടുണ്ട്. ഡ്യൂ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതേതാണ്? ഔട്ട്സ്റ്റാൻഡിങ് തന്നെയാണ്. അതേത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും? കറൻറ്റ് ഇയറിലെ ആയതുകൊണ്ട് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്.
ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. റെൻറ്റ് 5200 ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 1300, ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 1300, നെറ്റ് എമൗണ്ട് 5200. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്, സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി എവിടെ തന്നിരിക്കുന്നത്, പേയ്മെൻറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 3068. അപ്പോൾ ഈ വർഷം കൊടുത്തിരിക്കുന്ന ടോട്ടൽ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എത്രയാണ്, 3068 ആണ്. അതിൽ ഏത് വർഷത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കാം. സ്റ്റേഷനറി എക്സ്പെൻസസ് ₹312 റിലേറ്റ്സ് ടു 2010 to 11. അപ്പോൾ ഇതിൽ 312 ഏത് വർഷത്തെയാണ്, 10 to 11 അപ്പോൾ അത് കഴിഞ്ഞ വർഷം അതെന്തായിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് അതിനെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കുന്നു. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യാം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ആൻഡ് സ്റ്റിൽ ₹364. ഇപ്പോഴും ഡ്യൂ ആയിട്ട് നിൽക്കുന്നത് എത്രയുണ്ട്, 364 ഉണ്ട്. അത് ഈ വർഷത്തെയാണ്. അപ്പോൾ അതിനെന്ത് വിളിക്കും, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിളിക്കും. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. സ്റ്റേഷനറി 368 ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറി 312, ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 364, നെറ്റ് എമൗണ്ട് 3120. നെക്സ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻ. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് കറൻറ്റ് ഇയറിൽ കളക്ട് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടുകളാണ്, അതിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. അതായത് 2010 to 11 വേണ്ടി, അതായത് കഴിഞ്ഞ വർഷത്തെ 200 ഈ വർഷം കളക്ട് ചെയ്തിട്ടുണ്ട്. കറൻറ്റ് ഇയറിൽ കളക്ട് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ, അതായത് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് 16,900, അത് ഈ വർഷത്തെ എമൗണ്ട് തന്നെയാണ്. 2012 to 3,300 നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി, അതായത് വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടി ഈ വർഷം എത്ര രൂപ കളക്ട് ചെയ്തു, 300. അങ്ങനെ ഈ വർഷം കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 17,400. സാധാരണ കേസിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ടാണ് തരാറ്, അതായത് സബ്സ്ക്രിപ്ഷൻ 17,400. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കഴിഞ്ഞ വർഷത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, വരാൻ പോകുന്ന വർഷത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തരാറ്. ഇവിടെ നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നെ കഴിഞ്ഞ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും എമൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എഴുതുന്നത് നോക്കാം. രണ്ട് രീതിയിൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, ടോട്ടൽ എടുത്ത് ചെയ്യാം. അതായത് ഈ വർഷം കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 17,400. അതെങ്ങനെ കിട്ടിയത്, 200 + 16,900 + 300. അങ്ങനെയാണ് എത്ര കിട്ടിയത്, 17,400. ഇതിൽ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 200 ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ആണല്ലോ, കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് ഈ 200 എന്ത് വിളിക്കും, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് വിളിക്കുക. അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 200. ഇനി ഇതിൽ വേറെ ഏതാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, 2012 to 13 300 അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടി ഈ വർഷം കളക്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിനെന്ത് വിളിക്കും, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് പറയുക. അത് ഈ വർഷം കളക്ട് ചെയ്ത കാരണം കൊണ്ട് അതിനെ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെസ് ചെയ്തു. അങ്ങനെ 17,400 നിന്നും കഴിഞ്ഞ വർഷത്തെ 200 ലെസ് ചെയ്തു. ഈ വർഷം അഡ്വാൻസ് ആയിട്ട് മേടിച്ച എമൗണ്ട് ലെസ് ചെയ്തു. അപ്പോൾ എത്രയാണ് ഇവിടെ ബാലൻസ് വരിക, 16,900. അതുതന്നെയല്ലേ നമുക്കിവിടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്നത്. ഈ വർഷത്തെ എമൗണ്ട് എത്രയാണ്, 16,900. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഈ എമൗണ്ടുകളെല്ലാം പ്ലസ് ചെയ്ത് ഈ 200ഉം 300ഉം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ
16,900 സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കി നോക്കുക. ഇവിടെ നോക്കി നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ 16,900. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ 200ഉം 300ഉം മൈനസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എടുക്കാം. ഒന്നുകിൽ ടോട്ടൽ എടുത്ത് അതിൽ നിന്ന് 200ഉം 300ഉം മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നിരിക്കുന്ന 16,900 എടുക്കുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. കൂടുതൽ മനസ്സിലാവാനായിട്ട് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന മെത്തേഡാണ് നല്ലതെന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. സബ്സ്ക്രിപ്ഷൻ 16,900. ഇനി ഇതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സബ്സ്ക്രിപ്ഷൻ അൺപെയ്ഡ് ഫോർ 2011 to 12 468. 11 to 12 എന്ന് പറഞ്ഞാൽ എന്താ, കറൻറ്റ് ഇയർ ആണ്, ഈ വർഷത്തെയാണ്. ഈ വർഷം അൺപെയ്ഡ്, അതായത് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്, 468 ഉണ്ട്. അത് ഏത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കറൻറ്റ് ഇയറിലെ ആണല്ലോ. അതിനെന്ത് വിളിക്കും, ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുക. അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യാം. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 468. അപ്പോൾ ടോട്ടൽ എത്രയായി, 17,368. ഇനി നിങ്ങൾ ആദ്യം പറഞ്ഞ മെത്തേഡാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കി നോക്കുക. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 17,400 ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 200 ലെസ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 300 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് 468. ടോട്ടൽ എത്രയായി, 17,368. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ സബ്സ്ക്രിപ്ഷൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് 200. അതെവിടെ എഴുതണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷനാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻ അൺപെയ്ഡ് ഫോർ 2011 to 12, അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇത് ഈ സബ്സ്ക്രിപ്ഷൻ്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്ന പ്രോബ്ലത്തിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സാധാരണ കേസിൽ സബ്സ്ക്രിപ്ഷൻ്റെ ടോട്ടൽ എമൗണ്ട് കളക്ട് ചെയ്ത് തരും. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അതായത് 10 to 11 2012 to 13 ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ വരാൻ പോകുന്ന വർഷത്തെ ഡീറ്റെയിൽസ് എവിടെ തരാറ്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരാറ്. അതിന് പകരമാണ് റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, അതിൽ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് നോക്കണം, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടോ എന്ന് നോക്കി നോക്കണം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഫോർ ഗവർണേഴ്സ് പാർട്ടി ഔട്ട്സ്റ്റാൻഡിങ് ₹550. അത് എവിടെ തന്നിരിക്കുന്നത്, റെസിപ്റ്റ് സൈഡിലാണ്. ഇതിവിടെ സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്, അതായത് പ്രത്യേകമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ്. അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഏതാണ്, ഗവർണറുടെ ഒരു പാർട്ടി നടത്താൻ വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഫണ്ടായിട്ടാണ് എടുക്കേണ്ടത്. സ്പെഷ്യൽ ഫണ്ടായതുകൊണ്ട് എവിടെ എഴുതണം, ബാലൻസ് ഷീറ്റിലാണ്. ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതാം, കറൻറ്റ് ഇയറിലെ ഡീറ്റെയിൽസാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. ഇനി അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ്, 550. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ഇത് എന്ത് ചെയ്യണം, പ്ലസ് ചെയ്ത് എഴുതുക, 3,450 + 550. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണില്ല. അപ്പോൾ ഈ ഐറ്റം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ബാക്കിയുള്ള റവന്യൂ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ബാലൻസ് ബ്രോഡ് ഡൗൺ, അതേതാണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ്. എൻട്രൻസ് ഫീസിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയണില്ല. അപ്പോൾ അതിന് റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് എടുക്കാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു, ലോക്കർ റെൻറ്റ് കഴിഞ്ഞു, സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഫോർ ഗവർണേഴ്സ് പാർട്ടി. അപ്പോൾ ഇതിലെ റവന്യൂ റെസിപ്റ്റ്സ് ഏതാണ്, എൻട്രൻസ് ഫീസ്. ഇൻകം സൈഡിൽ എൻട്രൻസ് ഫീസ് 550. ഇനി റവന്യൂ പേയ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റെൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു, വേജസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കഴിഞ്ഞതാണ്, ബില്യാർഡ്സ് ടേബിൾ
അത് നമ്മൾ സ്പോർട്സിൻ്റെ ഒരു എക്യുപ്മെൻറ്റാണ്. നിങ്ങൾ ചിലപ്പോൾ ടി വിയിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ക്യാരംസ് കളിക്കുന്ന പോലത്തെ ഒരു ടേബിളാണ്. അത് അസറ്റ്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതാണ്, അത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. നെക്സ്റ്റ് വൺ റിപ്പയർ ആൻഡ് റവന്യൂ. റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. ഇൻട്രസ്റ്റ് 1000 റവന്യൂ പേയ്മെൻറ്റ്സ്. അപ്പോൾ ബാക്കിയുള്ള റവന്യൂ പേയ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ്? വേജസ്, റിപ്പയർ ആൻഡ് റവന്യൂ, ഇൻട്രസ്റ്റ്. വേജസ് 5330, റിപ്പയർ 806, ഇൻട്രസ്റ്റ് 1500. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, അതവിടെ എഴുതേണ്ടതാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടതാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്രയാണ് സർപ്ലസ് കിട്ടുന്നത്? 2492.